ലലലലാ. വേഗം വേഗം വലുതാവണം. വേഗം തന്നെ മുട്ടുവിടർന്ന് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പൂക്കളെ എനിക്ക് ഉടനെ തന്നെ കാണണം. ഓ ഗുഡ് മോർണിംഗ്. മധുരം കണ്ടാൽ ഊറും നാവ്. നിങ്ങളുടെ തോട്ടത്തിൽ എത്ര മനോഹരമായ പൂവ്. അടികൈ. നിങ്ങൾ എന്റെ തോട്ടത്തിനെ കുറിച്ച് പാടിയ കവിത എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളുടെ ഗാർഡൻ സത്യത്തിൽ വളരെ മനോഹരമായിട്ടുണ്ട്. ഒരുപാട് വർഷത്തെ പ്രയത്നമാ. ഓ ഇവർ ചെടികളല്ല, എന്റെ കുട്ടികളാ. ആ. ഓഹോ, അങ്ങേ കണ്ടപ്പോൾ പൂന്തോട്ടമായ എന്റെ മനസ്സ്. ആഹാ, എന്ന കൈതട്ടിക്കോ. Oh no! Oh! എന്റെ എന്റെ അമ്മോ. വിശാലമായ പൂന്തോട്ടം നിറയെ നിറഞ്ഞു നിന്നു പൂവ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മനസ്സിലുണ്ടായി വല്ലാത്തൊരു നോവ്. കയ്യടി കയ്യടി. ഓ, സമാധാനിക്ക്. നിങ്ങൾ ഇങ്ങനെ വെറുതെ വിഷമിക്കാതിരിക്കെ. ആ രണ്ട് പൂച്ചകളെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനവരിത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. തീർച്ചയായിട്ടും ഒരു കാരണം ഉണ്ടായിരിക്കും. തീർച്ചയായും ഇതിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. എന്റെ ചെടികളുടെ ജീവന് പകരം അവന്മാരെ ഞാൻ പോക്കും. ആ രണ്ട് പൂച്ചകളെയും മര്യാദ എന്താണെന്ന് ഞാൻ പഠിപ്പിക്കും. അവരുടെ അടുത്തേക്ക് എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് ഹണി ബണ്ണിയുടെ വീടാണോ? അവൻ തന്നെയാണ് ഇവൻ. വേഷം മാറ്റി മറ്റുള്ളവരെ പറ്റിക്കാന്ന് വിചാരിച്ചോ നീ? ഇനി കുറച്ചു ദിവസം അകത്ത് കിടന്ന് ഗോതമുണ്ട കഴിക്കടാ നീ. അവൻ മാത്രം തനിച്ച് കഴിക്കില്ല, ഞാനും കഴിക്കും. അവിടെ മെനുവിൽ വേറെ എന്തൊക്കെയാണുള്ളത്? ആഹാ, എന്തായാലും രണ്ടിനെ കൈയോടെ പിടികൂടാൻ പറ്റിയല്ലോ. നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പിംഗ്. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നനച്ചു വെച്ച തുണി ഉണങ്ങാനിടണമെങ്കിൽ വേണം ഹാങ്കർ. ഇന്ന് നിങ്ങളുടെ ഈ രണ്ട് പൂച്ചകൾ ചെയ്ത തെമ്മാടിത്തരത്തിന് ഇദ്ദേഹത്തിനുണ്ടായി ആങ്കർ. കയ്യടി. ഓക്കെ, ഞാൻ പരിചയപ്പെടുത്താം. പറയാനുള്ളതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞോളാം. വരട്ടെ. നിങ്ങളുടെ ഈ രണ്ട് പൂച്ചകളും ഒരുമിച്ച് എന്റെ പൂന്തോട്ടം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇവർ അനുഭവിച്ചേ മതിയാവൂ. ബൈ. ഇല്ല, അവരെ വിട്ടേക്ക്. ഇത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മാഡം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹണിയും പണിയും ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. വരൂ, അവരെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവൂ. സംശയമുണ്ടോ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇന്നാണ് ഈ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം തന്നെ. ഇൻസ്പെക്ടർ സാർ ഇപ്പൊ വരും. ഹലോ സാർ, ഐ എം ബണി. ഹലോ ബണ്ണി, നൈസ് ടു മീറ്റ് യു. ഹലോ സാർ, ഐ എം ഹണി. ഓ ഹലോ ഹണി, അടിപൊളി. ഹണി ബണ്ണി, നല്ല പേരായത്. വണ്ടർഫുൾ. സാർ, ഇവന്മാര് രണ്ടും വളരെ നല്ല കുട്ടികളാണെന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. കേട്ടോ, ഞങ്ങൾ എത്ര നല്ലവരാണെന്ന് കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. സാർ, സാറിന്റെ ഈ പോലീസ് സ്റ്റേഷൻ വളരെ പുതിയതായിട്ട് തോന്നുന്നു. പുതിയത് തന്നെയാണ് മോനെ. ലാത്തി മുതൽ ലോക്കപ്പ് വരെ എല്ലാം പുതിയതാ. ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നത് റിബൺ വെട്ടാൻ വേണ്ടി മാത്രമാ. ഒരു പ്രശ്നമില്ല, ഞാൻ വെട്ട റിബൺ അങ്ങയുടെ പോലീസ് സ്റ്റേഷനിൽ ഇന്നത്തെ സെലിബ്രിറ്റി ഞാനായിരിക്കാം. ഞാൻ വെട്ടാം, കാരണം ഞാൻ ബണ്ണിയേക്കാൾ മൂത്തതാ. സോറി, ഞാൻ ഈ ജയിലിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഏതെങ്കിലും കള്ളനോ റൗഡിക്കോ വേണ്ടി കാത്തിരിക്കുക. അവരെ വെച്ച് റിബൺ കട്ട് ചെയ്യിച്ച് ഞാൻ അവരെ അകത്താക്കും. പിടിച്ച ബണ്ണി, എന്നാ നീ തന്നെ വെട്ട്, അതാ നല്ലത്. അല്ലല്ല ഹണി, നീ ആഗ്രഹിച്ച് ഞാൻ എങ്ങനെ വേണ്ടാന്ന് പറയും? ഇന്നാ നീ തന്നെ വെട്ട. ഇല്ല. എനിക്ക് യഥാർത്ഥ കുറ്റവാളികളെയാണ് വേണ്ടത്. ശരിയാണ് ഇൻസ്പെക്ടർ സാർ, ഞങ്ങൾ ഇറങ്ങുവാണ്.
സാറേ ഇവന്മാർ രണ്ടുപേരും കുറ്റവാളികളാണ്. ഞാനാണ് ഇവന്മാരെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവന്മാർ രണ്ടും കൂടെ എന്റെ മനോഹരമായ പൂന്തോട്ടം നശിപ്പിച്ചു കളഞ്ഞു. എന്റെ കുട്ടി കുട്ടി പൂക്കളെല്ലാം ഇവന്മാര് കാറ് കയറ്റി കൊന്നു കളഞ്ഞേ സാറേ. ആരാണ് കാർ ഓടിച്ചത്? എനിക്കൊന്നും അറിയില്ല സർ. ഞാൻ ഇതുവരെ ഒരു കാറ് പോയിട്ട് സ്കൂട്ടർ പോലും ഓടിച്ചിട്ടില്ല. സാറേ ഞാൻ ഇതുവരെ സൈക്കിൾ പോലും ഓടിച്ചിട്ടില്ല. എന്റെ മുഖം നോക്കിയേ, കണ്ടിട്ട് കുറ്റവാളിയെ പോലുണ്ടോ? ഇല്ല. അപ്പൊ പൂക്കളൊക്കെ നശിപ്പിച്ചത് നീയാണോ? അല്ല സർ, ഇയാള് പറയുന്നൊന്നും സാറ് വിശ്വസിക്കരുത്. ഇയാളൊരു നുണയനാണ് സർ. എന്റെ മുഖം ഒന്ന് നോക്കിയേ, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്നാലും ഇദ്ദേഹത്തിന്റെ പൂന്തോട്ടം നശിച്ചു പോയിരിക്കുകയാണല്ലോ. സാറേ വേറെ ആരെങ്കിലും ചെയ്തതായിരിക്കും. വേറെ ആരെങ്കിലും. ഇവന്മാര് പറയുന്നത് വിശ്വസിക്കരുത് സാർ. ഇവന്മാര് സാറിനെ മണ്ടനാക്കാൻ ശ്രമിക്കുകയാണ്. ഇവന്മാര് ഭയങ്കര ബുദ്ധിശാലികളാ. ഇവന്മാര് എല്ലാവരെയും മണ്ടന്മാരാക്കും. യെസ്, ഇവന്മാരെ രണ്ടുപേരെയും ജയിലിനകത്ത് അടച്ച് മര്യാദ ഞാൻ പഠിപ്പിക്കും. FIR എഴുത്. ഇവരുടെ പേരിൽ FIR എഴുത്. ഇവന്റെ പേരിൽ എഴുതിയാ മതി FIR. ഇവന്റെ പേരിൽ എഴുതിയാ മതി. വേണ്ട, ഇവന്റെ പേരിൽ എഴുതാ. ഇവന്റെ പേരിൽ വേണ്ട. ഇവന്റെ പേരിൽ. നിർത്ത്. എവിടെ എന്റെ ലാത്തി? എവിടെ? ഓടിക്കോ. ഇതാ സർ, സാറിന്റെ ലാത്തി. എടാ നീ എന്തായി കാണിക്കുന്നേ? സാറ് ചോദിച്ചു, ഞാൻ എടുത്തു കൊടുത്തു. എടാ കഴുതേ, അത് നമ്മളെ തല്ലാൻ വേണ്ടി ചോദിച്ചതാ. ഇനിയും നോക്കി നിൽക്കുന്ന എന്തിനാ? ഓടിക്കോ. പോയി പിടിക്ക്. ഈഷ്, ഇവന്മാരെ രണ്ടുപേരെയും അകത്താക്ക്. ആഹാ, എന്റെ ചെടികളെയൊക്കെ കൊന്നവന്മാരല്ലേ? ഇനി അകത്ത് കിടന്ന് ഉണ്ട കഴിച്ചാ മതി. സത്യം പറ കൊച്ചളിയ, പൂന്തോട്ടം നശിപ്പിച്ചത് നീയാണോ? വർഷത്തിൽ ഒരിക്കൽ കിട്ടും മാങ്ങ, വർഷമെല്ലാം കിട്ടും തേങ്ങ. ആ കയ്യടി, കയ്യടിക്ക്. അയ്യോ, എന്താ ഇത്? എന്താ ഇത്? അയ്യോ ചേട്ടാ, എക്സ്ട്രാ പാരച്യൂട്ട് ഒന്ന് തരണേ. ആകാശത്തിന് പിച്ചക്കാരന്മാരോ? മലയാളികൾ പിച്ച കൊടുക്കാറില്ല, അറിയില്ലേ നിനക്ക്? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, പീലി വിടർത്തിയാടി മയില്, ചൂളം വിളിച്ച് പാടി കുയില്. നിങ്ങൾ രണ്ടുപേരും എപ്പോൾ ചാടി ജയില്? അടികൈ, അടിക്കൈ. ഞങ്ങളോ ജയിലോ? ആരടാ നീ? പറമ്പിൽ എവിടെ നോക്കിയാലും പറന്നു നടക്കും മൈന. കുട്ടികളെ, നിങ്ങൾ എന്നെ മറന്നുപോയോ? ഞാനാ ഖന്ന. അടികൈ. I am Rex. I am Max. അയ്യോ, ഈ സിറ്റിയിലെ കോടീശ്വരനായ മിസ്റ്റർ കപൂറിന്റെ പൂച്ചകളാണ് ഞങ്ങൾ. മനസ്സിലായോ? മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹണിയും പണിയും നിരപരാധികളാണല്ലോ. ഇങ്ങോട്ട് വാടാ. നിങ്ങളെ രണ്ടുപേരെ ഞാനൊരു സ്ഥലം വരെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് മര്യാദ എന്താന്ന് അവര് തന്നെ പഠിപ്പിച്ചു തരും. ഞങ്ങൾ പറയുന്ന ദയവ് ചെയ്തൊന്ന് കേൾക്കൂ. ഈഷ്, എവിഡൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. അല്ലാതെ നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. സമയം വേസ്റ്റ് ചെയ്യരുത്. ഇപ്പോ കമ്മീഷണർ സാർ ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. പുതിയ പോലീസ് സ്റ്റേഷനിൽ ആദ്യമായി ഒരു കേസ് പിടിച്ചതിന് എനിക്ക് അവാർഡ് കിട്ടും. നമ്മൾ എവിടുന്ന് കൊണ്ടുവരും എവിഡൻസ്? ഇവർ രണ്ടുപേരും പാവങ്ങളാ, ഇവർക്കൊന്നും അറിയില്ല. സംഭവം നടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലായിരുന്നു. സംശയമുണ്ടോ? ഈഷ്, ഇതൊന്നും എന്നോട് പറയണ്ട. ഇവരെ ഞാൻ പുറത്തേക്ക് വിടില്ല. സ്റ്റേഷനിൽ ആദ്യമായി കിട്ടിയ കുറ്റവാളികളാ ഇവര്. 2 വീലുണ്ടെങ്കിൽ സ്കൂട്ടർ, 4 വീലുണ്ടെങ്കിൽ കാറ്. ഇൻസ്പെക്ടറെ, ഇതാണ് യഥാർത്ഥ കുറ്റവാളികൾ. ഈഷ്, ഡ്യൂപ്ലിക്കേറ്റ്സ്. പാലുകുടി മാറാത്ത കുട്ടികളുടെ മനസ്സ് വെള്ളയാണ്. പാപം മാത്രം ചെയ്യുന്ന ഈ കുട്ടികൾ കുറ്റവാളികളാണ്. കയ്യടി. ഈഷ്, യഥാർത്ഥ കുറ്റവാളികൾ ഇവരല്ല, ഇവരാണ്.
ഇവര് വിട്ടേക്ക്. മാഡം മാഡം എന്റെ അമ്മച്ചി. ഈശോ. അകത്താക്ക് രണ്ടിനെയും. കുറ്റവാളികളായ റെക്സും മെക്സും ഇപ്പോൾ അകത്തായി. പക്ഷെ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ കട്ടപ്പുകയായി. അടികൈ.